ഇന്നത്തെ വാർത്ത കണ്ണീർ മഴയത്ത്. മരണം 253, 96 പേരെ തിരിച്ചറിഞ്ഞു. 61 മൃതദേഹാവശിഷ്ടങ്ങൾ. 1500-ലേറെ പേരെ രക്ഷിച്ചു. താൽക്കാലിക പാലം നിർമ്മിച്ച് പട്ടാളം. വിഷുപ്രദേശങ്ങളിലെ മഴ തിരച്ചിലിന് പ്രതിസന്ധിയാവുന്നു. അതിഥി സംസ്ഥാന തൊഴിലാളികൾ സുരക്ഷിതർ. പുനരധിവാസത്തിൽ മുസ്ലിം ലീഗും പങ്കാളിത്തം വഹിക്കും സാദിഖലി ശിഹാബ് തങ്ങൾ. വയനാട് ദുരന്തം സമസ്ത സഹായ പദ്ധതി. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടു. ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ 1.5 പതിറ്റാണ്ട്. 10 ജില്ലകളിൽ ഇന്ന് അവധി. മേപ്പാടി മരണത്തുരുത്തായ മുണ്ടക്കയിൽ നിന്നും കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ എണ്ണം 250 കടന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ മുണ്ടക്കയിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നടക്കം ഇന്നലെയും നിരവധി പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 253 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ 96 പേരെ തിരിച്ചറിഞ്ഞതായാണ് ഔദ്യോഗികമായ കണക്ക്. ഇതിൽ 77 പേർ പുരുഷന്മാരും 67 പേർ സ്ത്രീകളുമാണ്. 22 കുട്ടികളും ഉൾപ്പെടുന്നു. 166 മൃതദേഹങ്ങൾ ഇതിനകം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. 61 മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതിൽ 49 എണ്ണവും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 75 മൃതദേഹങ്ങൾ ഇതിനകം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 219 പേരെയാണ് ദുരന്തപ്രദേശത്ത് നിന്ന് ആശുപത്രികളിൽ എത്തിച്ചത്. ഇതിൽ 78 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. 142 പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വയനാട്ടിൽ 73 പേരും മലപ്പുറത്ത് 5 പേരുമാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ചികിത്സയിലുള്ളത്.